ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു വൻപയർ തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഒരു 5-6 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ വൻപയറിലേക്ക് ഇനി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും ഞാൻ ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, എങ്കിലേ നന്നായിട്ട് വെന്ത് വരികയുള്ളൂ. അപ്പം ഞാനിത് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോഴേ നമ്മുടെ വൻപയറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കുകയാണ്. അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ചൂട് കൊടുത്തു എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. എന്നിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പയറും അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചിക്കി തോർത്ത് നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ വൻപയർ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ.